നമസ്കാരം. ഇത്രയും ദിവസം മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു വാർത്ത കുറേശ്ശെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് പിണറായി വിജയൻ്റെ സർക്കാർ ഒരു വീട് പോലും കൈമാറിയിട്ടില്ല എന്നതാണ് ആ വാർത്ത. ഈ നിമിഷം വരെയും വയനാട്ടിലെ ദുരന്തബാധിതർ തെരുവിൽ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവൻ ഒരു അർദ്ധരാത്രിയിൽ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സർവ്വസ്വവും ഇല്ലാതായി പോകുന്നു, നിങ്ങളുടെ ഉറ്റവരും ഉടയവരും എല്ലാവരും ഇല്ലാതായി പോകുന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങളിപ്പോഴും തെരുവിൽ തന്നെ കഴിയുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ആ സർക്കാരിനെ അംഗീകരിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പേരിൽ 800 കോടിയോളം രൂപ പിരിച്ചിട്ടും നിങ്ങളിൽ ഒരാൾക്ക് പോലും ഒരു വീട് പോലും പൂർത്തീകരിച്ച് നൽകാൻ ഈ 2 വർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സർക്കാരിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അതുപോലൊരു സർക്കാരാണ് ഇവിടെ പിണറായി വിജയൻ്റെ സർക്കാർ. നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു UDF സർക്കാർ വെറും 1000 ദിവസങ്ങൾ കൊണ്ട് കൊച്ചിൻ മെട്രോ പോലെയുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി അതിൻ്റെ പ്രാരംഭഘട്ടം തുടങ്ങി പരീക്ഷണ ഓട്ടം വരെയുള്ള ഘട്ടം 1000 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കിയ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 2 വർഷം ഇവിടെ ദുരന്തബാധിതർക്ക് കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. 800 കോടിയോളം രൂപയാണ് പിരിച്ചത്. ഇവിടെ ഉദ്ഘാടന മാമാങ്കമൊക്കെ നടത്തി, ഇവിടെ എന്തോ വീടുകൾ കൊടുത്തു എന്ന രീതിയിൽ വലിയ പ്രചാരണം നടത്തി. ഈ നിമിഷം വരെയും ഒരു വീട് പോലും കൈമാറിയിട്ടില്ല. എന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പോലും അവർക്കറിയില്ല. ഇനി അങ്ങോട്ട് മഴ തുടങ്ങാൻ പോവുകയാണ്. വേനൽ കഴിഞ്ഞ് ഈ വേനലിൽ തീരില്ല. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും 2-3 മാസം പണി നടക്കാതെ അവിടെ ഇത് നീണ്ടുപോകും. അതായത് 2-2.5 കൊല്ലം എടുത്തിട്ടും ഒരു വീട് പോലും പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പിണറായി വിജയൻ ആ ദുരന്തത്തിന് ശേഷമുള്ള ആ ജനങ്ങളുടെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വ്യക്തമാകുന്നത്. എന്നിട്ടോ നാട് നീളെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കൂ. അയാളുടെ ആ ചുവന്ന തല എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നു വയനാടിൽ ടൗൺഷിപ്പ് നിർമ്മിച്ചുവെന്ന്. വയനാടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണ ഘട്ടത്തിൽ എന്നാണ് ബാനർ വെക്കുന്നതെങ്കിൽ, ഫ്ലെക്സ് വെക്കുന്നതെങ്കിൽ അതിൽ സത്യസന്ധതയുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പിണറായി വിജയൻ നാട് നീളെ വെച്ചിരിക്കുന്ന ഫ്ലെക്സിൽ വയനാട് ടൗൺഷിപ്പ് നിർമ്മിച്ചു എന്നാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ എന്നാണ് രാഷ്ട്രീയ കേരളം ചിന്തിക്കേണ്ടത്. ആ വയനാട്ടിലെ ദുരന്തബാധിതർ 1400 കുടുംബങ്ങളെ നോക്കി പരിഹസിച്ചുകൊണ്ട് 800 കോടി രൂപ പിരിച്ചെടുത്തിട്ടും ഒരു വീട് പോലും പൂർത്തീകരിച്ചു കൊടുക്കാത്ത പിണറായി വിജയനെ സഹിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള സാമാന്യ ബോധമാണ് ഓരോ പൗരനും ഉണ്ടായിരിക്കേണ്ടത്. വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കപ്പെട്ടിട്ടില്ല, അത് നിർമ്മാണ ഘട്ടത്തിലാണ്. ഒരു വീട് പോലും കൈമാറിയിട്ടില്ല. വീടിൻ്റെ താക്കോലിൻ്റെ പടമെടുത്ത് സാധാരണക്കാരൻ്റെ ദുരന്തബാധിതരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്താൽ അവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന, അവിടെ വീട് പൂർത്തീകരിച്ചു കൊടുത്തു, 400 വീടുകൾ കൊടുത്തു എന്ന രീതിയിൽ പ്രചാരണം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന CPM-നും LDF-നും പിണറായി വിജയനെതിരെയുമുള്ള വിധിയെഴുത്തായിരിക്കണം ഇവിടെ നടക്കേണ്ടത്.